സമൂഹമാധ്യമങ്ങളിലുള്ള അമിതഭ്രമവും ലഹരി ഉൾപ്പെടെയുള്ള വിപത്തുകളും പുതുതലമുറയെ വായനയിൽ നിന്നടക്കം അകറ്റിയ കാലത്ത് ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഒരു തനതു പദ്ധതി ശ്രദ്ധേയമാവുകയാണ്. ആലക്കോട്ടുകുളമ്പിൽ ഒറ്റയാൾ ചൊടിക്കൊമ്പൽ PD5 ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആലക്കോട്ടുകുളമ്പ് മനോഹരന്റെ വീട്ടിൽ തിങ്കൾ രാത്രി എത്തിയ ആന. വിദ്യാർത്ഥികൾ അറിവിന്റെ പേരിൽ ആദരിക്കപ്പെടുന്നവരായി മാറുമ്പോഴും അവർ വീണ്ടും വീണ്ടും പാകപ്പെടുത്തേണ്ടതുണ്ട്. പാഠപുസ്തകത്തിനപ്പുറം വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അറിവുകളും അനവധിയാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പൊതുവായ അറിവുകൾ സ്വായത്തമാക്കാനുള്ള മികച്ച വഴിയാണ് പ്രതിദിനമുള്ള പത്രവായന. ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അപഗ്രഥിക്കുന്നതിനും സ്വന്തം ആശയങ്ങളും അഭിപ്രായങ്ങളും നിലപാടുകളും രൂപപ്പെടുത്തുന്നതിനും പത്രവായനയോളം മികച്ചതും എളുപ്പവുമായ മറ്റൊരു മാധ്യമമില്ല. വിദ്യാർത്ഥികളിലെ മാതൃഭാഷാപരമായ പരിജ്ഞാനവും പദസമ്പത്തും വർദ്ധിപ്പിക്കാനുതകുന്നത് പത്രവായനയിലൂടെയാണ്. ഈ തിരിച്ചറിവിൽ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതാണ് ലഹരിയാവാം വായനയോട് പദ്ധതി. ആലത്തൂർ MLA മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ദിശയാണ് ക്ലാസ് മുറികളിൽ ദിനപത്രമെത്തിക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ സഹായിക്കുന്ന പത്രവായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പദ്ധതി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും ഒരുപോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. പുതുതലമുറ ലഹരിയുടെ പാതയിലേക്ക് വഴിമാറിപ്പോവുന്നത് തടയാൻ വായന ലഹരിയാവണമെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 62 വിദ്യാലയങ്ങളിലെ 500-ലധികം ക്ലാസ് മുറികളിൽ ദിനപത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും എത്തിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പുതിയ അധ്യയന വർഷാരംഭത്തിൽ തന്നെ തുടക്കം കുറിച്ച ഈ പദ്ധതിയിലൂടെ തങ്ങൾക്ക് വായനശീലമായെന്നും ധാരാളം അറിവ് ലഭിക്കുന്നതായും പുതിയംഗം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു. വായനയാണ് എൻ്റെ ലഹരി. ഇതിൽ നിന്ന് എനിക്ക് കുറേ അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. എനിക്കിത് പത്രം വായനയിൽ നിന്ന് എനിക്ക് അറിവുകൾ മാത്രമല്ല, അറിവുകൾ എനിക്ക് വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ പത്രം വായന വളരെ വിനോദവുമാണ്. പത്രവായനയോടൊപ്പം സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള വളരുന്ന ഭൂപടം അറിവിന്റെ മറ്റൊരു മാതൃകയാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തമുൾപ്പെടെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും ഓർത്തിരിക്കേണ്ടതുമായ സംഭവങ്ങൾ സ്കൂളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇന്ത്യ ഭൂപടത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് വിദ്യാർത്ഥികൾ. ഭൂപടം വളരുന്നതിനൊപ്പം വിദ്യാർത്ഥികളുടെ അറിവും വളരുന്ന ഈ ആശയം കുട്ടികൾ ഏറെ ഉത്സാഹത്തോടെ പിന്തുടരുന്നുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. നമ്മുടെ കുട്ടികൾ വളരെ താല്പര്യത്തോടെ വളരെ ആവേശത്തോടെയാണ് ഈ ഒരു പദ്ധതിയെ ഏറ്റെടുത്തിരിക്കുന്നത്. ഓരോ ദിവസവും രാവിലെ വരുമ്പോൾ തന്നെ കുട്ടികൾ ഓഫീസിലെത്തുകയും അവരുടെ ക്ലാസ്സുകളിലേക്ക് പത്രം എടുത്തു കൊണ്ടുപോയി അന്ന് അവർക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഈ പത്രം വായിക്കാനും പത്രത്തിലെ വാർത്തകൾ മനസ്സിലാക്കാനുമുള്ള നല്ല താല്പര്യമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. പല കുട്ടികൾക്കും അവരുടെ വീടുകളിൽ പത്രം സ്വന്തമായി വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വരുന്ന ഈ ഒരു പത്രമാണ് അവർക്ക് പത്രവായനയ്ക്കുള്ള ഏക ഒരു ആശ്രയമായി മാറുന്നത്. അധ്യാപകർ ഈ ഒരു പദ്ധതിയോട് ചേർന്നുകൊണ്ട് തന്നെ പത്രവായന പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പത്രവാർത്തകൾ രേഖപ്പെടുത്തുക, ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന പൊതുവിജ്ഞാനം കുട്ടികൾ രേഖപ്പെടുത്തി പഠിക്കുക, ഒപ്പം തന്നെ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പത്രത്തിൽ വരുന്നത് അത് എവിടെയാണ് വരുന്നത് എന്ന് കണ്ടെത്തി വളരുന്ന ഭൂപടം എന്ന ഭൂപടത്തിൽ ആ സംഭവം രേഖപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം. അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പത്രവായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകരും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.